ഹായ് എവ്രിവൺ, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ബേസിക് തായ് ഇൻഗ്രീഡിയൻസ് ആണ്. വളരെ ബേസിക് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കുന്നതാണ് കൂടുതലും പോപ്പുലർ ആയിട്ടുള്ള തായ് ഡിഷസ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള തായ് ഡിഷസ് തായ് കറീസ്, തായ് ഗ്രീൻ കറി, റെഡ് കറി, യെല്ലോ കറി, പിന്നെ മസമൻ കറി, പെനാങ് കറി. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കറികൾ. പിന്നെ തായ് ബേസ് ചിക്കൻ വളരെ പോപ്പുലർ ആണ്, തായ് പാന്താൻ ചിക്കൻ. പിന്നെ നൂഡിൽസ് ഡിഷസ് ആയിട്ട് പാഡ് സിയു, പാഡ് തായ്. പിന്നെ കുറച്ച് തായ് സ്റ്റൈൽ ഫ്രൈഡ് റൈസസ് ഉണ്ട്, പൈനാപ്പിൾ ഫ്രൈഡ് റൈസ്, ബ്ലാക്ക് ഓളിവ് ഫ്രൈഡ് റൈസ് തായ് സ്റ്റൈല്. അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് തായ് ക്വിസിനിൽ. പിന്നെ ഒത്തന്റിക് തായ് ഡിഷസിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവേഴ്സ് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് മിക്കതും നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് മാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ കേരള കുക്കിംഗ് യൂസ് ചെയ്യുന്ന അത്രയും റേഞ്ച് ഓഫ് സാധനങ്ങളൊന്നുമില്ല. തായ് കുക്കിംഗ് വളരെ ഈസി സിമ്പിളുമാണ്. വളരെ ഫ്രേഗ്രന്റ് ആയിട്ടുള്ള ഡിഷസ് ആണ് കൂടുതലും. സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരെയും. എൻ്റെ ബ്ലോഗിൽ ഒരുപാട് തായ് ഡിഷസിന്റെ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് നോക്കാം. സോ ടുഡേയ്സ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് ബേസിക് തായ് ഇൻഗ്രീഡിയൻസ്. അങ്ങനെ ആദ്യം നോക്കുന്നത് ലെമൺ ഗ്രാസ്. ഇതിൻ്റെ ഒരു നാരങ്ങയുടെയും ഇഞ്ചിയുടെ ഒക്കെ കലർന്ന ഒരു മണമാണ്. ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ലെയേഴ്സ് പീൽ ചെയ്ത് കളയണം, അത് ടഫായിരിക്കും. അതുപോലെ അതിൻ്റെ ബേസും അതിൻ്റെ തുമ്പും വെട്ടിക്കളയണം. ഇതുപോലെ ബാക്കി ഈ മിഡ് സെക്ഷനാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തിരി കട്ടിയുള്ള ഔട്ടർ ലെയേഴ്സ് മുഴുവൻ പീൽ ചെയ്ത് കളയണം. അപ്പോൾ ടെൻഡർ ആയിട്ടുള്ളൊരു ഭാഗം കിട്ടും. അതാണ് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. നല്ലൊരു മണം, ഒരു ഹെർബൽ ഫ്രേഗ്രൻസ് ആണ് ഇതിന്. ഒരുപാട് ഹൗസ് ഹോൾഡ് ഡിസിൻഫെക്റ്റൻസിലൊക്കെ കിട്ടുന്ന ഒരു ഫെമിലിയർ മണമായിരിക്കും. അപ്പം മിക്കപ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ ഇതുപോലെ 3-4 പീസസ് ആയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മിക്കപ്പോഴും ഇതിനെ കട്ട് ചെയ്ത് ട്രിം ചെയ്തിട്ട് റെഡി ആയിട്ടാണ് കിട്ടുന്നത്. യൂഷ്വലി ഇതിനെ ഒരു ആംഗിളിൽ വെച്ചിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തായ് ടോമിയം സൂപ്പ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അതിൽ ഇതിന്റെ വലിയ പീസസ് ഉണ്ടാവും. അത് നമ്മൾ കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കണല്ല, സൂപ്പിന്റെ സ്റ്റോക്കിന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചേക്കണാണ്. നമ്മൾ കഴിക്കുമ്പോൾ അതെടുത്ത് സൈഡിലേക്ക് മാറ്റും. ഇത് കഴിക്കരുത്, വളരെ ടഫാണ്. ഗലങ്ക തായ് കുക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ്. ഗലങ്കളും ടഫും ഫൈബ്രസും ആണ്. പിന്നെ ചില സ്റ്റർ ഫ്രൈ ഡിഷസിൽ ഇതൊക്കെ യൂസ് ചെയ്യും, പക്ഷെ വളരെ ഫൈൻലി ചോപ്പ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ നല്ലോണം ചതച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട്. കാഴ്ചയിൽ ഗലങ്കാൽ ഇഞ്ചിയൊക്കെ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഫ്ലേവേഴ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇഞ്ചി ഹോട്ട് ആൻഡ് സ്പൈസി ആണെങ്കിൽ ഗലങ്കാൽ കൂളിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ സ്കിൻ കുറച്ച് ഹാർഡും പീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കത്തി വെച്ചിട്ട് വേണം പീൽ ചെയ്യാൻ. പിന്നെ വളരെ ഫ്രേഗ്രൻ്റ് ആണ്. ഒരു പൈൻ ഫോറസ്റ്റിൽ കൂടി നടക്കുന്നൊക്കെ ഒരു മണമാണ്, ഒരു വുഡ്സി ഫ്രേഗ്രൻസ്. അപ്പോൾ മിക്കപ്പോഴും ഇതുപോലെ കോയിൻ ഷേപ്പിൽ ഇതുപോലെയാണ് സ്ലൈസ് ചെയ്തിട്ട് ഡിഷസിൽ ചേർക്കുന്നത്, സൂപ്പ്സൊക്കെ പോലെയാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ പീൽ ചെയ്തതിന് ശേഷം അത് ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് ഉപയോഗിക്കണം. കാഫി ലൈം ലീവ്സ് നല്ലൊരു മണമാണ്. അപ്പോൾ ഇതൊരു പ്രത്യേകതരം നാരങ്ങ പ്ലാന്റിൻ്റെ ലീവ്സാണ്. ഇത്തിരി കട്ടിയുള്ള ഇലകളാണ്. ഇത് കൂടുതലും ആ നല്ലൊരു ഫ്രേഗ്രൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറി ഡിഷസിലായാലും സ്റ്റർ ഫ്രൈസിലായാലും ചേർക്കുമ്പോൾ. അപ്പോൾ ഇത് യൂഷ്വലി നമ്മളൊന്ന് ഈ നടുക്കത്തെ ആ വെയിൻ റിമൂവ് ചെയ്തിട്ട് ഇലകളായിട്ട് ചേർക്കും. സൂപ്പിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാനിത് നമ്മുടെ കേരള കുക്കിങ്ങിൽ കുറച്ചിടാറുണ്ട്. ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി സൂപ്സിലും കറീസിലായാലും, അല്ലെങ്കിൽ ഫൈനലി ജൂലിയൻ കട്ട് ചെയ്തിട്ടും ചേർക്കാം. അപ്പം മിക്ക തായ് ഡിഷസിലും ഈ 3 ഇൻഗ്രീഡിയൻസും ഒരുമിച്ചായിരിക്കും യൂസ് ചെയ്യുന്നത്. അതപ്പോൾ അതാണ് തായ് ക്വിസിൻ്റെ ഒരു ട്രിനിറ്റി എന്ന് പറയുന്നത്. ഗലങ്ക, ലെമൺ ഗ്രാസ് ആൻഡ് കാഫി ലൈം ലീഫ്. പിന്നെ കുറച്ചും കൂടി റെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്രഷ് ടർമറിക്, മഞ്ഞളിൻ്റെ ഈ വേര്. അത് പക്ഷെ എപ്പോഴും കാണൂല. പിന്നെ നേരത്തെ കാഫിർ ലൈം ലീഫ് കാണിച്ചില്ലേ, അതിൻ്റെ ലൈംസ് ആണ് കേട്ടോ ഇത്. കാഫിർ ലൈംസ് കാണാനൊരു പ്രത്യേകതരം ലൈമാണ്, ഒരു ബംപി ലുക്കുള്ള ഒരു ലൈം.
അപ്പോൾ ഇത് തായ് കുക്കിങ്ങിൽ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ജസ്റ്റ് ചെറുതായിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് മാരിനേറ്റ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത്ര കോമൺ അല്ല. എന്നാലും ഇത് കൂടുതൽ കിട്ടാനുള്ളപ്പോൾ ഞാനിത് മേടിച്ചിട്ട് ഇതിൻ്റെ ഫ്രേഗ്രൻസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ പാത്രങ്ങൾ കഴുകണോടത്തൊക്കെ വെക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. നല്ലൊരു ഡിയോഡ്രൈസറാണ്, ഭയങ്കര ഫ്രഷ് സെൻറ്റാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിൻ്റെ മണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ തായ് ബേർഡ്സ് ഐ ചില്ലീസ് നല്ല എരിവാണ്. അപ്പോൾ നമ്മുടെ കാന്താരി മുളകിൻ്റെ ഒക്കെ തായ് കൗണ്ടർ പാർട്ടാണ്. യൂഷ്വലി നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കുറച്ച് ചേർക്കും, പക്ഷെ നല്ല എരിവാണ്. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ അരിയാം, അല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ഇത് എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ തായ് കുക്കിങ്ങിൽ ഒരുപാട് കോമൺ ആണ് ചെറിയ ഉള്ളി, സവാള ഉപയോഗിക്കാറില്ല, അതുപോലെ തന്നെ വെളുത്തുള്ളി. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടാമത്തെ ടൈപ്പ് കാണിച്ചേക്കുന്നത് ഒരു ചെറിയ ഷെഫ്സ് ഗാർലിക് എന്നും പറഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. ഒരു ചെറിയ ഉള്ളി പോലെ ഇരിക്കും, ഈസിയാണ് പീൽ ചെയ്യാൻ. ഇതിപ്പോൾ ഒരു തായ് ഇൻഗ്രീഡിയൻ്റ് അല്ല, പക്ഷെ ഞാൻ കാണിച്ചെന്നുള്ളൂ. വളരെ ഈസിയാണ് ഇത് പീൽ ചെയ്യാനും, നല്ലൊരു ഫ്രേഗ്രൻസും ഫ്ലേവറും ഒക്കെ തന്നെയാണ് വെളുത്തുള്ളിയൊക്കെ പോലെ. അപ്പോൾ ഈ കാണുന്ന തായ് ഇൻഗ്രീഡിയൻസ് എല്ലാം യൂഷ്വലി നമ്മൾ മിക്സിയിലൊന്നുമല്ല ഇട്ടായിരിക്കുന്നത്, കല്ലിലിട്ടാണ് ചതച്ചെടുക്കുന്നത്, ഇതുപോലെ പെസൽ ആൻഡ് മോട്ടർ ഉപയോഗിച്ചിട്ട്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില തായ് കുക്കിങ്ങിൽ വളരെ കോമൺ ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ പ്ലാന്റ് യൂസ് ചെയ്യും, ഇലകളും തണ്ടും അതിൻ്റെ വേര് വരെയും. ശരിക്കും ഈ മല്ലിയിലയുടെ വേരിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്, ഒരു ലൈറ്റ് മല്ലിക്കൂരും മല്ലിയിലയും ചേർന്ന ഒരു ഫ്ലേവറാണ്. ഇത് നന്നായി കഴുകി വേണം ഉപയോഗിക്കാൻ. ഞാൻ ഈ അടുത്ത് ഒരു തായ് ക്രിസ്പി ഗാർലിക് ചിക്കൻ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അതിൽ ഈ മല്ലിയുടെ വേര് ചേർത്തിട്ടുണ്ട്. അടുത്തത് സ്പ്രിംഗ് ഓണിയൻ ആണ്. തായിലും ചൈനീസിലും ഒക്കെ വളരെ കോമൺ ആണ്, കൂടുതലും ഗാർണിഷ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെയും ഒരു പ്രധാനപ്പെട്ട ഹെർബ് ഉണ്ട്, അത് ഞാൻ പുറത്തു പോയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് അത്, തായ് ബേസിൽ. ഒരുപാട് ഡിഷസിൽ യൂസ് ചെയ്യുന്നതാണ് തായ് ബേസിൽ. ഞാനിത് കൂടുതൽ ഉപയോഗിക്കാറുള്ളതുകൊണ്ട് ഞാനിതിൻ്റെ ചെടി വളർത്തുന്നുണ്ട്, അതുകൊണ്ട് എപ്പോഴും പോയി മേടിക്കണ്ടല്ലോ. തായ് ബേസിലും ഒരുപാട് കറീസിലും അതുപോലെ സ്റ്റർ ഫ്രൈസിലും യൂസ് ചെയ്യും. കുക്കിങ്ങിൻ്റെ ഏറ്റവും അവസാനമാണ് കൂടുതലും ചേർക്കുന്നത്. ഇത് കൂടാതെ തുളസി, ഹോളി ബേസിൽ അല്ലെങ്കിൽ തുളസി അതും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് എല്ലായിടത്തും ചിലപ്പോൾ കാണില്ല, നാട്ടിലൊക്കെ അത് വളരെ കോമൺ ആണ്. എന്നാലും കൂടുതലും ഈ തായ് ബേസിലാണ് ഉപയോഗിക്കുന്നത്. പാട്കപ്പാവ് എന്ന് പറഞ്ഞാൽ തായ് ബേസിൽ ചിക്കൻ ഡിഷ് ഉണ്ട്, വളരെ പോപ്പുലറാണ്. അതിൽ തുളസിയാണ് കൂടുതലും ഒത്തൻറ്റിക്കലി യൂസ് ചെയ്യുന്നത്. എന്നാലും ഈ തായ് ബേസിലും യൂസ് ചെയ്യാറുണ്ട്. ഇതിനും നല്ല മണമാണ്. തായ് ഇൻഗ്രീഡിയൻസ് മാത്രം കൃഷി ചെയ്യുന്നൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ നല്ല മണമായിരിക്കും അതിൽ കൂടി നടക്കാൻ. ഒന്ന് ഓർത്ത് നോക്കിയേ അതുപോലത്തെ ഒരു ഗാർഡനിൽ കൂടി നടക്കുന്നത്. ഇനി പുളി സവറിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, ലൈമും ടാമറിൻഡും. അപ്പോൾ നേരത്തെ കാഫിർ ലൈം കാണിച്ചു, പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സാധാരണ ഗ്രീൻ ലൈംസ് ആണ്. ഇതിൻ്റെ ജ്യൂസാണ് മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. സൂപ്സിലൊക്കെ ഇടുകയാണെങ്കിൽ ഇതും ഏറ്റവും അവസാനം ഇടണം, ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം. പിന്നെ പല റൈസ് ഡിഷസ്, നൂഡിൽസ് ഡിഷസിൻ്റെ സൈഡിൽ ഇത് വെജായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കും സൈഡിൽ. പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ വാളംപുളി ഇതുപോലെ ഇങ്ങനെ പൾപ്പ് മാത്രമായിട്ട് കിട്ടും. അത് വെള്ളത്തിലിട്ട് അതിൻ്റെ പുളിവെള്ളം എടുത്താൽ മതി, നമ്മൾ എടുക്കണമെന്ന പോലെ തന്നെ. പാഡ് തായിലൊരു ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് പുളിയുടെ വെള്ളം. തായ് ഡിഷസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങാപ്പാൽ. കറീസിലും സൂപ്സിലും ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ തേങ്ങാപ്പാൽ ഓയിൽ ഒഴിക്കാതെ തേങ്ങാപ്പാൽ തന്നെ കുക്ക് ചെയ്ത് അതിൻ്റെ ഓയിൽ തെളിഞ്ഞ് വരുന്ന വരെ കുക്ക് ചെയ്ത് അതിനുശേഷം അതിലേക്ക് ചിക്കനോ വെജിറ്റബിൾസോ ഒക്കെ ഇട്ട് കുക്ക് ചെയ്യുന്നത് തായ് കുക്കിങ്ങിൽ വളരെ കോമൺ ആണ്. കൺവീനിയൻസിന് വേണ്ടി നമുക്ക് ഇതുപോലത്തെ തേങ്ങാപ്പാൽ മേടിക്കാൻ കിട്ടും. പിന്നെ കാന്റീനിലും കൂടുതൽ ഇങ്ങനത്തെ ഡിഷസിന് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ കാർട്ടണിൽ കിട്ടുന്ന തേങ്ങാപ്പാലാണ്. മേടിക്കുന്നതാണെങ്കിൽ ഫ്രഷ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അതിനും കൂടുതൽ നല്ലതൊന്നുമില്ല. അപ്പൊ എന്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം ഞാൻ കാര ഒരുപാട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് സ്റ്റോർ ബോട്ട് കോക്കനട്ട് ക്രീമാണ്. ഇത് തേങ്ങാപ്പാൽ പോലെ തന്നെ ആക്കണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ചേർത്തെടുത്താൽ മതി. ഒത്തൻറ്റിക് തായ് ക്യൂസീനിൽ ഒരുപാട് യൂസ് ഇല്ലെങ്കിലും മോഡേൺ തായ് ക്യൂസീനിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് തേങ്ങാപ്പാലിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് പലയിടത്തും.
കുറച്ചും കൂടി ഒരു ലൈറ്റർ ഫ്ലേവറും കൺസിസ്റ്റൻസി ഇഷ്ടമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ഹെർബ്സിൽ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു, പാന്താൻ ലീവ്സ് അല്ലെങ്കിൽ ബിരിയാണി കൈത എന്ന് പറയും, അല്ലെങ്കിൽ റംബയില. വീണ്ടും വളരെ ഫ്രേഗ്രൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു ഇല. അപ്പോൾ ഇതും ഒരുപാട് റൈസ് ഡിഷസിലും സ്റ്റർ ഫ്രൈസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഫ്ലേവറും സ്മെല്ലും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇങ്ങനെ കീറി കൊടുക്കും. എന്നിട്ട് മിക്കപ്പോഴും ഇതുപോലൊരു കെട്ടിട്ടിട്ടാണ് ചേർക്കുന്നത് കുക്ക് ചെയ്യാൻ സമയത്ത്. അപ്പോൾ അതെടുത്ത് കളയാൻ പറ്റും അവസാനം. പിന്നെ ഒരു പോപ്പുലർ ഡിഷ് ഉണ്ട്, തായ് പാന്താൻ ചിക്കൻ. അത് ഈ ഇലയിൽ റാപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ തായ് കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സോസസ് ഉണ്ട്, മെയിനായിട്ട് ഫിഷ് സോസ്. തായ് ഫിഷ് സോസിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മണമാണ്. നമുക്ക് മണം തീരെ ഇഷ്ടപ്പെടില്ല, പക്ഷെ അതിൻ്റെ ഫ്ലേവർ മിക്ക ഡിഷസിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് കുറച്ച് ഉപയോഗിച്ചാൽ മതി. തായ് കുക്കിങ്ങിൽ ഇത് കുറച്ച് കൂടുതലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓത്തൻറ്റിക് തായ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ തായ്ലാൻഡ് വിസിറ്റ് ചെയ്യണമെങ്കിൽ മിക്ക വെജിറ്റേറിയൻ ഡിഷസിലും ഈ ഫിഷ് സോസ് കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വെജിറ്റേറിയൻ ഓപ്ഷൻ ഉണ്ടോ എന്ന്. പിന്നെ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ബ്രാൻഡ് ലൈറ്റ് സോയ് സോസ് ആണ്. തായ് കുസിനിൽ കൂടുതലും തായ് സോയ് സോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചും കൂടി തിൻ കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഈ കാണിക്കുന്നത് തായ് സോയ് സോസ് അല്ല, പക്ഷെ ഇതും ലൈറ്റ് കൺസിസ്റ്റൻസിയിലുള്ളൊരു സോയ് സോസാണ്. ഡാർക്ക് സോയ് സോസിനേലും കൂടുതൽ ലൈറ്റ് സോയ് സോസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തായ് സീസണിങ് സോസ്, ഇതും ഒരു സോയ് സോസ് പോലത്തെ ഒരു കോണ്ടിമെൻ്റ് ആണ്. പല ഡിഷസിലും ഇതും ചേർക്കാറുണ്ട്. പിന്നെ ഈ കാണുന്നത് തായ് ഷ്രിംപ് പേസ്റ്റ് ആണ്. ഫിഷ് സോസ് പോലെ തന്നെ പല കറീസിലും സ്റ്റർ ഫ്രൈസിലും ഉപയോഗിക്കുന്ന ഒരു കോമൺ ഇൻഗ്രീഡിയൻ്റ് ആണ് തായ് ഷ്രിംപ് പേസ്റ്റ്. ഫെർമെൻറ്റഡ് ഷ്രിംപ്സ് വെച്ചുണ്ടാക്കുന്നതാണ്. ഇതും നമുക്ക് ചെറിയ അളവിൽ ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കുന്നത് തായ് ചില്ലി പേസ്റ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ ബേർഡ്സ് ഐ ചില്ലി കാണിച്ചു, അതുപോലെ ഡ്രൈഡ് ചില്ലീസ് വെച്ചുണ്ടാക്കുന്ന പേസ്റ്റാണ് ഡ്രൈഡ് ചില്ലി പേസ്റ്റ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു ഡ്രൈഡ് ചില്ലീസ് വെച്ചിട്ട് എങ്ങനെയാണ് പേസ്റ്റ്. പിന്നെ തായ് ഡിഷസ് സീസൺ ചെയ്യാൻ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വൈറ്റ് പെപ്പർ പൗഡർ, വെളുത്ത കുരുമുളകിൻ്റെ പൊടി. ഇനി കാണിക്കുന്നത് കുറച്ച് റൈസ് വെറൈറ്റീസ് ആണ്. തായ് ഡിഷസ് മിക്കപ്പോഴും തായ് റൈസിനായിട്ടാണ് സെർവ് ചെയ്യുന്നത്. തായ് ഫ്രേഗ്രൻറ്റ് റൈസ്, ഇതിന് നല്ലൊരു മണമുള്ള അരിയാണിത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ തായ് ഫ്രേഗ്രൻറ്റ് റൈസ് എന്ന് ലേബിൾ കാണും, അല്ലെങ്കിൽ തായ് ജാസ്മിൻ റൈസ് എന്ന്. പിന്നെ ഇതിൻ്റെ ബ്രൗൺ റൈസ് വെറൈറ്റീസും കാണും, കുറച്ചും കൂടി ഒരു ഹെൽത്തി ഓപ്ഷൻ. പിന്നെ തായ് ഗ്ലൂട്ടിനസ് റൈസ് ഉണ്ട്, അല്ലെങ്കിൽ തായ് സ്റ്റിക്കി റൈസ്. ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഡിസേർട്ട്സ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പോപ്പുലർ തായ് മാംഗോ സ്റ്റിക്കി റൈസ്, അത് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലൊരു സ്റ്റീമറിൽ വെച്ചിട്ട് പതുക്കനെ ആവി കയറ്റിയിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഒരു തമാശ ഉണ്ടായിരുന്നു, തായ്ലാൻഡിൽ ഫോറിനേഴ്സ് ഇത് കണ്ടിട്ട് ഇത് തൊപ്പിയാണെന്ന് വിചാരിച്ചിട്ട് മേടിച്ച് തലയിലിട്ട് നടക്കുന്ന ഫോട്ടോസ് കുറച്ച് കാലം മുമ്പ് ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് കണ്ടാലൊരു തൊപ്പി പോലെ ഉണ്ട്, വെയിലിന് നല്ലതാണ്. പക്ഷേ ഇത് സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബാംബൂ സ്റ്റീമറാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബേസിക് തായ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഈ പറഞ്ഞ തായ് റെസിപ്പീസ് വല്ലതും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കല്ലേ. റെസിപ്പി ഇഷ്ടമായാലും ഒരു കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. ബൈ.